നമസ്കാരം. കേരളത്തിലിപ്പോൾ കരിങ്കൊടി സമര പരമ്പരയാണ് അരങ്ങേറുന്നത്. നവകേരള സദസ്സ് നയിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ അത് തുടങ്ങിയത് മുതൽ കരിങ്കൊടി പ്രതിഷേധം തുടർച്ചയായി ഉണ്ടാവുകയാണ്. എന്നാൽ ഇപ്പോൾ കുറച്ച് ദിവസമായി ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു SFI പ്രവർത്തകർ. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നവർക്ക് പക്ഷേ പോലീസ്, DYFI, CPM, SFI പ്രവർത്തകരിൽ നിന്നും അതിക്രൂരമായ മർദ്ദനമാണ് ഏൽക്കേണ്ടി വരുന്നത്. അതിഭീകരമായ ലാത്തിചാർജാണ് നടക്കുന്നത്. എന്നാൽ ഈ ലാത്തിചാർജും ജലപീരങ്കി പ്രയോഗവും ഒക്കെ ഏൽക്കുന്നവരെ കാത്തിരിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാണ്. അവരുടെ ജീവൻ പോലും നഷ്ടമായേക്കും എന്നാണ് പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുകങ്ങളായി എതിരാളികളെ കൊല്ലാക്കൊല ചെയ്യുന്ന പോലീസുകാർക്ക് ഇതൊക്കെ അറിയാമോ എന്തോ. ലാത്തിചാർജും ജലപീരങ്കി പ്രയോഗവും കാരണം ഉണ്ടായേക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. കൂടാതെ പ്രതിഷേധിക്കുന്നവരെ ഇങ്ങനെ വാരിപ്പെറുക്കിയിട്ടടിക്കാമോ എന്നും നോക്കാം. സമരങ്ങളെ എങ്ങനെ നേരിടണം, ജനക്കൂട്ട നിയന്ത്രണം എങ്ങനെ വേണം, എപ്പോഴൊക്കെ ബലം പ്രയോഗിക്കാം, ശാരീരിക ബലപ്രയോഗത്തിന് മുന്നറിയിപ്പ് നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ എന്തെല്ലാം, ബലപ്രയോഗം വേണ്ടി വരുന്നുവെങ്കിൽ എത്രത്തോളം, ലാത്തി പ്രയോഗിക്കേണ്ടത് എങ്ങനെ, ഏതെല്ലാം ശരീരഭാഗങ്ങളിൽ ലാത്തി കൊണ്ട് സ്പർശിക്കാം, ഏതൊക്കെ ഭാഗങ്ങൾ ഒഴിവാക്കണം തുടങ്ങിയവയൊക്കെ കേരള പോലീസ് മാനുവലിൽ വ്യക്തമാക്കുന്നുണ്ട്. പ്രായോഗികമായി ഇതെല്ലാം പൂർണ്ണമായും പാലിക്കുവാൻ പോലീസിന് പലപ്പോഴും ബുദ്ധിമുട്ട് നേരിടാം. എങ്കിലും ജനത്തെ പിരിച്ചുവിടാൻ സ്വീകരിക്കുന്ന നടപടികൾ ഒരിക്കലും മനുഷ്യത്വരഹിതമായി കൂടാ. സ്ഥിര വൈകല്യങ്ങൾക്ക് വഴിവെക്കാവുന്ന മുറിവുകൾ പാടില്ലെന്ന് പോലീസ് മാനുവലിൽ പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ നഗ്നമായ ലംഘനമാണ് നടക്കുന്നത് എന്ന് അടുത്തിടെ നടന്ന സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. ജലപീരങ്കിയുടെ പ്രയോഗവും അതിലൂടെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും എന്തൊക്കെയെന്ന് നമുക്ക് ആദ്യം നോക്കാം. ആൾക്കൂട്ടത്തെ പിരിച്ചുവിടുവാൻ പോലീസ് പ്രയോഗിക്കുന്ന ജലപീരങ്കിയിൽ ഉപയോഗിക്കുന്ന ജലത്തിൻ്റെ ഗുണമേന്മ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുളങ്ങളിൽ നിന്നോ പുഴകളിൽ നിന്നോ മറ്റോ നേരിട്ട് പമ്പ് ചെയ്തതും അണുനശീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കാത്തതുമായ ജലമാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് എലിപ്പനിക്കോ മറ്റ് ജലജന്യ രോഗങ്ങളായ കോളറ ഉൾപ്പെടെയുള്ളവയ്ക്കോ കാരണമായേക്കും. ശക്തമായ മർദ്ദത്തിൽ ചീറ്റിവരുന്ന ജലകണികകൾ കണ്ണുകൾക്കും ചെവികൾക്കും ഗുരുതരമായ കേടുപാടുകൾ വരുത്താൻ സാധ്യതയുണ്ട്. ചെങ്കണ്ണ് മുതലുള്ള കണ്ണിൻ്റെ മുൻഭാഗത്തെ ആവരണത്തിന് മുറിവേൽപ്പിക്കുന്ന അപകടസ്ഥിതി വളരെ ഇതുമൂലം ഉണ്ടായേക്കാം. നേത്ര പടലത്തിൻ്റെ ആവരണത്തിനുണ്ടാകുന്ന മുറിവുകളും അണുബാധയും ഒരാളുടെ കാഴ്ചയെ തന്നെ ബാധിക്കുന്ന സങ്കീർണ അവസ്ഥകൾക്കും വഴിവെച്ചേക്കാം. കണ്ണിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന മുറിവുകൾ പ്രമേഹത്തിന് ചികിത്സിക്കുന്ന അല്ലെങ്കിൽ ചികിത്സ സ്വീകരിക്കുന്നവരിലും പ്രമേഹമുണ്ട് എന്ന് അറിയാത്തവരിലും വളരെ വേഗം അണുബാധയ്ക്കും തുടർ പ്രശ്നങ്ങൾക്കും കാരണമാകും. ജലം അതിശക്തമായി മർദ്ദത്തിൽ കണ്ണുകളിൽ പതിക്കുമ്പോൾ കണ്ണുകളിലെ രക്തക്കുഴലുകൾക്ക് മുറിവേൽക്കാൻ സാധ്യത കൂടുതലാണ്. കണ്ണിനുള്ളിലെ വിട്രിയസ് ചേംബർ എന്ന അറയിലെ രക്തസ്രാവം നേത്രപടലത്തിലെ വിള്ളലിനും റെറ്റിനൽ ഡിറ്റാച്ച്മെൻറ്റ് എന്ന സങ്കീർണതയ്ക്കും വഴിയൊരുക്കുവാൻ സാധ്യതയുണ്ട്. പൂർണ്ണമായ കാഴ്ചനഷ്ടത്തിന് പോലും കാരണമായേക്കാവുന്ന അവസ്ഥകളാണ് ഇവ. കണ്ണിന് മാത്രമല്ല, ചെവിക്കും പ്രശ്നങ്ങളുണ്ടാകും കേട്ടോ. കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ പ്രധാനമാണ് ചെവികൾക്ക് സംഭവിക്കുന്ന മെക്കാനിക്കൽ ഇഞ്ചുറി വിഭാഗത്തിൽപ്പെടുന്ന ക്ഷതങ്ങൾ. ജലപീരങ്കിയിൽ നിന്നും ശക്തമായി ചീറ്റുന്ന വെള്ളം ബാഹ്യകർണം, മധ്യകർണം, ആന്തരിക കർണം എന്നീ 3 ഭാഗങ്ങൾക്കും ക്ഷതമേൽപ്പിക്കാം. മർദ്ദത്തോടെ ചീറ്റുന്ന വെള്ളം ചെവിക്കുടകൾക്കും അതിനുള്ളിലെ നേർത്ത തരുണാസ്ഥികൾക്കും സ്ഥിരമായ ക്ഷതത്തിന് വഴിവെക്കും. അതിവേഗം ചീറ്റുന്ന ജലം ചെവിക്കുള്ളിലേക്ക് അതേ വേഗതയിൽ പ്രവേശിക്കാൻ ഇടയായാൽ ഈ ജലകണികകൾ ഒരു തോക്കിൽ നിന്നും പാഞ്ഞു വരുന്ന വെടിയുണ്ട പോലെ കർണപുടം തുളച്ച് അകത്ത് കടക്കുകയും കർണപുടത്തിൽ സുഷിരം ഉണ്ടാക്കുകയും മധ്യകർണത്തിന് അണുബാധയേൽക്കുവാൻ കാരണമാവുകയും ചെയ്യും. അങ്ങനെ വളരെ രൂക്ഷമായിട്ടുള്ള ഇൻഫെക്ഷൻസ് അതുമൂലം ബാധിച്ചേക്കാം. ഇനി ലാത്തിചാർജ് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ജലപീരങ്കിയുടെ ആഘാതം മൂലമോ പോലീസിൻ്റെ ലാത്തി പ്രഹരമേറ്റോ വീണ് കിടക്കുന്നവരെ തല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ലാത്തി കൊണ്ട് പൊതിരെ തല്ലുന്ന ദൃശ്യങ്ങൾ പലപ്പോഴും മാധ്യമങ്ങളിൽ കാണാറുണ്ട്. ഒരു തരത്തിലും ഉള്ള പ്രത്യാക്രമണത്തിന് മുതിരാതെ നിസ്സഹായരായി കിടക്കുന്നവരെ വീണ്ടും തല്ലുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സ്ഥിര വൈകല്യങ്ങൾക്കും പോലും കാരണമാകുന്ന പീഡനമുറകളാണ്. ലാത്തി കൊണ്ട് തലയ്ക്ക് അടിയേറ്റാൽ ഒരുപക്ഷെ അയാൾക്ക് ബോധക്ഷയം വന്നേക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ആ വ്യക്തിക്ക് റിഫ്ലക്സ് പൂർണ്ണമായോ ഭാഗികമായോ ഇല്ലാത്ത ഒരവസ്ഥ സംജാതമാകും. അതായത് പ്രതികരണശേഷി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും.
അയാളുടെ ശരീരത്തിൽ വീഴുന്ന ഓരോ അടിയുടെയും ആഘാതം ബോധമുള്ള ഒരാൾക്ക് ഉള്ളതിനേക്കാൾ വളരെ കൂടുതലായിരിക്കും. അതിനാലാണ് വീണ് കിടക്കുന്നയാളെ അടിക്കരുത് എന്ന് പറയുന്നത്. ലാത്തിപ്രയോഗം കാരണം സംഭവിക്കാവുന്ന മെഡിക്കൽ എമർജൻസികളിൽ പ്രധാനം കൈകളിലെയോ കാലുകളിലെയോ അസ്ഥികൾക്കുണ്ടാകുന്ന ഒടിവുകളാണ്. അടി ഏൽക്കുമ്പോൾ മനുഷ്യൻ്റെ സ്വതസിദ്ധമായ റിഫ്ലെക്സ് പ്രവർത്തിക്കുകയും അടി തടയാൻ ശ്രമിക്കുകയും ആദ്യം ചെയ്യുക. അങ്ങനെയാണല്ലോ, അടി വരുമ്പോൾ തടയാൻ ശ്രമിക്കുന്നു. ഇങ്ങനെ തടുക്കുമ്പോൾ മുൻ കൈകളിലെ റേഡിയസ്, അൽന എന്നീ അസ്ഥികൾക്ക് ഒടിവുണ്ടായേക്കാം. കാലുകളിൽ മുട്ടിന് താഴെ മുൻഭാഗത്താണ് അടിയേൽക്കുന്നത് എങ്കിൽ കാലിലെ അസ്ഥികളായ ടിബിയ, ഫിബുല എന്നിവയ്ക്ക് ഒടിവിനും അനുബന്ധ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. കായികാധ്വാനം വേണ്ടുന്നവർക്കും കായിക താരങ്ങൾക്കും ഈ ഒടിവുകൾ പലപ്പോഴും മുന്നോട്ടുള്ള ജീവിതത്തെ സാരമായി ബാധിച്ചേക്കാം. ഇനിയിപ്പോൾ തലയിലെ പരിക്കിനെ കുറിച്ച് നമുക്ക് നോക്കാം. അതുമൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നോക്കാം. ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി വിഭാഗത്തിൽ തലയോട്ടിയിലെ ചർമ്മത്തിന് തൊട്ട് അടിഭാഗത്ത് തലയോട്ടിയിലെ അസ്ഥിക്ക് പുറമെയായി രക്തക്കുഴലുകൾ പൊട്ടി മുഴ രൂപത്തിൽ കാണപ്പെടുന്ന അവസ്ഥ സംജാതമായിരിക്കും. പുറമേ നോക്കിയാൽ ചർമ്മത്തിൽ വിള്ളലുകൾ കാണണമെന്നില്ല. തലയോട്ടിക്ക് പുറത്തുള്ള കട്ടി കൂടിയ ചർമ്മത്തിനുണ്ടാകുന്ന മുറിവുകൾ, തലയോട്ടിയിലെ താരതമ്യേന പുറം ഭാഗത്തെ അസ്ഥിയുടെ പുറം പാളിക്ക് മാത്രമുണ്ടാകുന്ന ചതഞ്ഞ് പൊട്ടൽ, തലച്ചോറിനുണ്ടാകാവുന്ന ലഘുവായ ക്ഷതങ്ങൾ, ചെറിയ തോതിലുള്ള ചതവ് എന്നിവയൊക്കെയാണ് ലാത്തി പ്രഹരത്താൽ സംഭവിക്കുന്ന ക്ഷതങ്ങൾ. എങ്കിലും നിസാരം എന്ന് കരുതുന്ന ഇത്തരം മുറിവുകളോ പൊട്ടലുകളോ ചിലപ്പോൾ ജീവഹാനിക്ക് പോലും കാരണമായിരിക്കും. ഉദാഹരണത്തിന് തലയുടെ ഉപരിതലത്തിലെ മുറിവുമായി ദീർഘനേരം ഒരാൾ ചികിത്സ കിട്ടാതെ കിടന്നാൽ രക്തം വാർന്ന് മരണം പോലും സംഭവിച്ചേക്കും. അടിയേറ്റ് തലയോട്ടിയിൽ ചെറിയ ഫ്രാക്ചർ വന്ന ഒരാളുടെ തലയിൽ വീണ്ടും വീണ്ടും അടിയേൽക്കുന്നത് മൂലം ഗുരുതരമായ ശാരീരിക ക്ഷതമായി അത് മാറിയേക്കും. അല്ലെങ്കിൽ അത് ശിരസിന് ഗുരുതരമായ പരിക്കിന് കാരണമായിരിക്കും. തലയോട്ടിക്കും തലച്ചോറിനും ഉണ്ടാകുന്ന ഇത്തരം ഗുരുതര ക്ഷതങ്ങൾ ചിലപ്പോൾ ജീവൻ തന്നെ അപകടത്തിൽ ആക്കാൻ സാധ്യതയുള്ളവയാണ്. ഗുരുതര ക്ഷതങ്ങളുടെ കാര്യത്തിൽ ചികിത്സ കഴിഞ്ഞ് ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന തലവേദന, തലചുറ്റൽ, ജന്നി പോലുള്ള അസുഖങ്ങൾ, കാഴ്ച കേൾവി വൈകല്യങ്ങൾ തുടങ്ങി വിഷാദ രോഗങ്ങൾക്ക് പോലും വഴിവെക്കുകയും ചെയ്യും ഇത് എന്നുള്ളതാണ് പറയുന്നത്. ഉത്തരവാദിത്വ ബോധമുള്ള പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് ഇത്തരം കാര്യങ്ങൾ. കാരണം നാളത്തെ തലമുറയെ സാരമായി ബാധിക്കുന്ന വിഷയങ്ങളാണിത്. പോലീസ് രാഷ്ട്രീയക്കാരുടെ ചട്ടുകമായി, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ആയുധമായി മാറുമ്പോൾ പ്രതിഷേധ ശബ്ദമുയർത്തുന്നവരെ എങ്ങനെയും അടിച്ചമർത്തുക എന്നുള്ള രീതി അവലംബിക്കുന്നത് എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. ഈ ലാത്തി പ്രയോഗത്തിനൊക്കെ ഒരു പരിധിയുണ്ട്, അത് കടന്നു പോകരുത്. കാരണം മനുഷ്യരാണ് ഇവിടെ കരിങ്കൊടിയാണെങ്കിലും മുദ്രാവാക്യം മുഴക്കിയാണെങ്കിലും പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധിക്കുവാൻ ജനാധിപത്യ രാജ്യത്ത് അവകാശമുണ്ട് പൗരന്. മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കാത്ത വിധം ആണ് അവരുടെ പ്രതിഷേധമെങ്കിൽ എന്തിനീ കാടത്തം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കാര്യം പോലീസുകാർ ഓർക്കുക, നിങ്ങളുടെ അടിയേൽക്കുമ്പോൾ മറുവശത്ത് നിൽക്കുന്ന മനുഷ്യൻ്റെ ജീവിതം പിന്നീട് ഒരിക്കൽ പോലും പഴയതുപോലെ ആകുവാനുള്ള സാധ്യത പോലും കുറവാണ്. അവൻ്റെ ജീവൻ പോലും നഷ്ടമായിരിക്കും. അവനെ ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബത്തിൻ്റെ അവസ്ഥ, അതുപോലെ തന്നെ അവൻ്റെ ഭാവി ജീവിതം, ഇതെല്ലാം അവതാളത്തിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ ലാത്തി പ്രയോഗിക്കുന്നത്. ഏതായാലും ഇത് നിരായുധരായി അല്ലെങ്കിൽ നിസ്സഹായരായി നിൽക്കുന്നവർക്ക് മേലുള്ള ലാത്തി പ്രയോഗത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ചിലപ്പോൾ പോലീസിന് അവരുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടി പോലും ലാത്തി പ്രയോഗിക്കേണ്ടി വന്നേക്കും. അതിനെ ഞാനിവിടെ പരാമർശിക്കുന്നില്ല. പക്ഷേ ഏകപക്ഷീയമായി മൃഗീയമായ മർദ്ദനങ്ങൾ നടത്തുന്നത് അത് തീർച്ചയായും മോശം തന്നെയാണ്, ഒഴിവാക്കേണ്ടത് തന്നെയാണ്.